ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടാണ്. നമുക്കൊരു മീൻ വരട്ട് റെസിപ്പി തയ്യാറാക്കി നോക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വരട്ടാണ് ഇട്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള മീൻ. ഇത് ഏട്ടയാണ്. ഏട്ടയുടെ ചെറിയ മീനാണ് കേട്ടോ. ഇത് നല്ല വിരുപ്പുള്ളതുണ്ടല്ലോ, നിറയെ മുട്ടയൊക്കെ ഉണ്ടാണ്, വലിയ മീനുണ്ടല്ലോ. അപ്പോൾ ഇത് ചെറുതാണ്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. നല്ല ഇതിൻ്റെ തലയൊക്കെ ഒരു ഹാർഡാണ്. അപ്പോൾ മീനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് കഴുകിയിട്ടുള്ളത് കേട്ടോ മീനിന്. ഇനി അതിലേക്ക് വേണേൽ തക്കാളിയാണ്. ഞാനിപ്പോൾ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ച തക്കാളി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളി ഇട്ടിട്ടുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എടുത്തത്. പിന്നെ കട്ട് ചെയ്ത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില മസ്റ്റാണ്. കറിവേപ്പില വെളുത്തുള്ളിയും കൂടി ആ ഒരു ഫ്ലേവറൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ വരട്ട് ടേസ്റ്റി ആവുന്നത്. പിന്നെ വേണ്ടത് നമുക്കതിലേക്ക് ആവശ്യമായ പൊടികളാണ്. ഞാനിവിടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും എരിവിന് ആവശ്യമായ മുളക് പൊടിയും പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നമ്മുടെ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പുളിയാണ്. ഇപ്പോൾ ഞാൻ പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ആ പുളിവെള്ളം കൂടി ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്യുന്നത് കൈ വെച്ചിട്ടാണ് കേട്ടോ. കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായി കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി കൈ വെച്ച് മിക്സ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ. തക്കാളിയൊക്കെ അങ്ങനെ അടുപ്പിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടനെ വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലയൊക്കെ എല്ലായിടത്തും ആത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ. നന്നായി അങ്ങ് ഡ്രൈ ആയി പോകരുത്. ലേശം ഒരു ചാറോട് കൂടി ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഞാൻ 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വരട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടോ, കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിരിക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.